നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ്. അതിലേക്ക് നമ്മൾക്ക് കടക്കാം. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് ഇത്രയും കാർഡ്സാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി നിങ്ങൾ ഈ ഒരു വായന കാണുവാനായി ശ്രമിക്കുക. വളരെയധികം ആഗ്രഹങ്ങളുള്ള, വളരെയധികം പ്രതീക്ഷകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ ഈ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് വളരെയധികം കുറ്റബോധമുള്ള ഒരു സമയവുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാത്രികാലങ്ങളിലാണ് ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഈ വ്യക്തിയെ തേടിയെത്തുന്നത്. പകല് മുഴുവനും കഷ്ടപ്പെട്ട് ജോലി ചെയ്തും അധ്വാനിച്ചും കാശെല്ലാം സ്വരുക്കൂട്ടി വെച്ചും നല്ലൊരു കുടുംബജീവിതത്തിനായോ അല്ലെങ്കിൽ സന്തോഷപൂർവമായിട്ടുള്ള ഒരു വിവാഹ ജീവിതത്തിനായോ ഈ വ്യക്തി കാത്തിരിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ വ്യക്തിക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ തന്നെയാണ്. ഈ വ്യക്തി പലതവണയും നിങ്ങളിൽ നിന്നും ഒളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒളിക്കാൻ ശ്രമിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും വളർന്നു വന്ന സാഹചര്യമോ സാമ്പത്തിക സ്ഥിതിയോ മറ്റെന്തെങ്കിലും കാരണത്താലോ നിങ്ങൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുള്ളവരായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ജാതിമത വ്യത്യാസങ്ങളായിരിക്കാം, വിദ്യാഭ്യാസപരമായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കാം, സമൂഹത്തിൽ ഒരു വ്യക്തി വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുന്ന സാഹചര്യമായിരിക്കാം. അങ്ങനെ നീണ്ടുപോകുന്നു നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ ലിസ്റ്റ്. പക്ഷേ അതൊക്കെ തീവ്രമായ സ്നേഹത്തിൻ്റെ മുന്നിൽ ഒരു പ്രശ്നമായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി അമിതമായിട്ട് ചിന്തിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ പഴി ചൊല്ലിയും അതിനെക്കുറിച്ച് നിങ്ങളോട് വിവരിച്ചും ഒക്കെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിച്ചു. നിങ്ങളാണെങ്കിലോ ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തിയെ സ്നേഹിച്ചു. ഒന്നും സ്വന്തമാക്കാനോ ഒന്നും നേടാനോ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് ഒരേ ഒരു കാര്യമേ ഈ വ്യക്തിയിൽ നിന്നും ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മാത്രമാണ്. കാരണം നിങ്ങളുടെ ആണെങ്കിലും പല രീതിയിലും പല ജീവിത സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹം. അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നോ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. വളരെയധികം ശത്രുദോഷമുള്ള അല്ലെങ്കിൽ ശത്രുക്കളുടെ എണ്ണം കൂടുതലുള്ള സാധുക്കളായ വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം പേരും ഇത്രയും സാധുക്കളായ വ്യക്തികളാണ് ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു തുള്ളി സ്നേഹമാണ്. പക്ഷെ അത് ഈ വ്യക്തിക്ക് തരേണ്ട സമയത്ത് തരാൻ സാധിച്ചില്ല എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഖേദിക്കുന്നത്, ഇല്ലെങ്കിൽ വിഷമിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വന്ന് നിങ്ങളെ കൂടെ കൂട്ടി ഈ വ്യക്തിയായിരിക്കുന്ന ഗ്രാമത്തിലേക്കോ ദേശത്തേക്കോ രാജ്യത്തേക്കോ വിദേശത്തേക്കോ പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ചുറ്റിനുമുള്ള വ്യക്തികൾ ആരും തന്നെ നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള നല്ലൊരു കുടുംബജീവിതത്തിനോ വിവാഹ ജീവിതത്തിനോ സമ്മതിക്കില്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. പക്ഷെ നിങ്ങളാണെങ്കിലോ വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതും ഈ വ്യക്തിക്കറിയാം. ഒരു പക്ഷേ
ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിൽ പോലും ഒരുപാട് കല്യാണാലോചനകൾ, മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും വരുന്നുണ്ടാകാം. ഒരു വശം വീട്ടുകാരുടെ നിർബന്ധം, മറുവശം ഈ വ്യക്തി. ഇതിൻ്റെ നടുവിൽ നിൽക്കുകയാണ് നിങ്ങൾ. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു വിവാഹ ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം വിവാഹത്തെ സംബന്ധിച്ച കാർഡുകളാണ് നമുക്ക് പ്രധാനമായും ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കിവിടെ വളരെയധികം സ്ട്രെങ്ത് പരമായിട്ടുള്ള കാർഡുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഈ വ്യക്തിക്ക് അറിയാം, സ്വന്തമാവണമെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമാക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകളുടെ ആവശ്യകതയുണ്ട്. നല്ല രീതിയിലുള്ള യുദ്ധം ചെയ്യാൻ പോകുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നേക്കാം. നിങ്ങളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല എന്നുള്ളതും ഈ വ്യക്തിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങളുമുണ്ട്, അതോടൊപ്പം തന്നെ പേടി സ്വപ്നങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തിക്കാണെങ്കിൽ പോലും പലവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള പ്രണയ അഭ്യർത്ഥനകൾ, കല്യാണ ആലോചനകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ നേർക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മുഴുവനും ഊർജവും നിങ്ങളിലേക്കാണ് ഈ വ്യക്തി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയിൽ നിന്നും വരുന്ന ഊർജം വളരെയധികം സ്നേഹവും സന്തോഷം നിറഞ്ഞതുമായിട്ടുള്ള ഊർജം തന്നെയാണ്. ഇവിടെ ടെലിപ്പതിക്കൽ കണക്ഷനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി ആദ്യം നിങ്ങളിൽ നിന്നും അകന്നു പോയതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം ദുഃഖകരവും നിരാശയും ഉളവാക്കുന്ന തരത്തിലുള്ള വികാരങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ സ്നേഹിക്കണം അല്ലെങ്കിൽ നന്നായി സ്നേഹിച്ച് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചപ്പോൾ ഈ വ്യക്തിക്ക് അത് നൽകാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോഴോ ഈ വ്യക്തി നിങ്ങൾക്ക് സ്നേഹം തരണമെന്നും നിങ്ങൾ അർഹിക്കുന്ന സ്നേഹവും ഇഷ്ടവും ഒക്കെ തിരിച്ചു തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് അകലെയാണ്. വിദേശത്തായിരിക്കാം, മറ്റുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ നല്ല രീതിയിൽ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യവുമായിരിക്കാം. എന്തായാലും ഈ വ്യക്തി എന്തിൻ്റെയൊക്കെയോ കാര്യത്തിൻ്റെ മേലധികാരിയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിലാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും നമുക്കിവിടെ ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിലുള്ള തടസ്സങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടു പേരുടെയും മനോഭാവം പോലെ ഇരിക്കും ഇനി മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ യഥാർത്ഥ സ്ട്രെങ്ത്, യഥാർത്ഥ ശക്തി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഉത്ഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം പല രീതിയിലുള്ള ഇഷ്ടങ്ങളും ഈ വ്യക്തി പണ്ട് മാറ്റിവെച്ചിരിക്കുന്നു. അത് പലവർക്കും വേണ്ടിയായിരുന്നു. ഈ വ്യക്തിയുടെ അമ്മയ്ക്ക് വേണ്ടിയായിരിക്കാം, അച്ഛന് വേണ്ടിയായിരിക്കാം, ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയായിരിക്കാം, അഭിമാനത്തിൻ്റെ പേരിലായിരിക്കാം. പക്ഷേ ഇന്ന് ഈ വ്യക്തി അതൊന്നും നോക്കാതെ ഈ വ്യക്തിയുടെ സ്വന്തം ഇഷ്ടം എന്താണോ, സ്വന്തം താല്പര്യങ്ങൾ എന്താണോ, സംതൃപ്തി എന്താണോ, അതിലേക്ക് പായാനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിന് പ്രാധാന്യം കൊടുക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളിലേക്ക് തന്നെ സ്നേഹത്തിൻ്റെ പാനപാത്രം വെച്ച് നീട്ടാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ പോലും ധാരാളം ശത്രുക്കൾ ചുറ്റിനും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുമായി ഒന്നായ ശേഷം അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷമോ സ്വന്തമാക്കിയതിന് ശേഷമോ വിദേശത്തോ മറ്റോ പോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ സ്നേഹം ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. വളരെ നല്ലൊരു സന്ദേശമാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ, ഇത് വളരെയധികം നല്ല മനസ്സോടുകൂടി, പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി നിങ്ങളിത് മനസ്സിലേക്ക് ഏറ്റെടുക്കുക. കഴിവതും 1-2 പ്രാവശ്യം തുടർച്ചയായി കാണാനായി ശ്രമിക്കുക.
മാനിഫെസ്റ്റേഷനും കൂടി ആവാൻ വേണ്ടിയിട്ടാണ്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.